രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷന് ലഭിച്ചത് 25 ഗാർഹിക പീഡന പരാതികൾ. കുടുംബ തർക്കങ്ങളിലെ പ്രധാന വില്ലൻ സാമ്പത്തിക പ്രശ്നങ്ങളാണെന്നും സങ്കടങ്ങളുമായി എത്തിയവരിൽ 90% സ്ത്രീകളാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഭാര്യമാർക്കെതിരെ പരാതിയുമായി 2 പുരുഷന്മാരും അസോസിയേഷന്റെ സഹായം തേടി. പ്രവാസികൾക്കിടയിലെ ഗാർഹിക പീഡനം ഇല്ലാതാക്കാനും ആത്മഹത്യ തടയാനുമായി ഈ മാസം 2-നാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ റൈസ് എന്ന പേരിൽ പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചത്. 2 ശനിയാഴ്ചകളിലായി 25 പ്രവാസികൾ ഗാർഹിക പീഡന പരാതികളുമായി അസോസിയേഷനിലെത്തി. ആദ്യ ശനിയാഴ്ച 14 പേരും ഇന്ന് 11 പേരും. ശാരീരിക പീഡനത്തെക്കുറിച്ചുള്ള ഒരു പരാതി ഉണ്ടായിരുന്നുവെന്നും ഇത് ഷാർജ പോലീസിന് കൈമാറിയെന്നും അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഇതിൽ തുടക്കം എന്ന് ഫൈനാൻഷ്യലാണ്. ഈ ഓവർ സ്പെൻഡിങ് അല്ലെങ്കിൽ നാട്ടിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ, ഈ തരത്തിലേക്ക് ഒരു ഫൈനാൻഷ്യൽ ഇത് വരുന്ന സമയത്താണ് പിന്നെ ഇതിന്ന് തുടങ്ങുന്നതാണ് പിന്നെ ലഹരി. സെക്കൻഡ് തൊട്ട് താഴെയുള്ളതാണ് ഈ ലഹരി സംബന്ധമായ കാര്യങ്ങൾ. വിസയും പാസ്പോർട്ടും പുതുക്കാതെ ഭാര്യയെയും മക്കളെയും അനധികൃത താമസക്കാരാക്കി മാറ്റി ഉപദ്രവിക്കുന്നവർ, ഭാര്യയെ ചെക്ക് കേസിൽ ഉൾപ്പെടുത്തുന്നവർ, വിവാഹേതര ബന്ധം, സംശയരോഗം, സ്വർണവും സ്ത്രീധനവും അടക്കമുള്ളവ തുടങ്ങി നിരവധി വിഷയങ്ങളാണ് പരാതിയായി എത്തുന്നത്. കൗൺസിലിംഗ്, നിയമസഹായം തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുമുള്ള 25 പേരുടെ പാനൽ ഇവരെ സഹായിക്കും. ഇവർക്കൊപ്പം ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര, ജനറൽ സെക്രട്ടറി പി ശ്രീപ്രകാശ്, ട്രഷറർ ഷാജി ജോൺ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും സഹായം തേടി എത്തുന്നുണ്ടെങ്കിലും ഏറ്റവും അധികം പേർ മലയാളികളാണ്. ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന രൂപത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും സമയത്തിനനുസരിച്ച് വന്ന ഒരു നിർദ്ദേശം എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ കാലത്ത് നമ്മൾ എടുക്കേണ്ട നിലപാടെന്ത് എന്ന രൂപത്തിലാണ് ഇത് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അപ്പോൾ പൂർണ്ണമായിട്ടും എല്ലാ മനുഷ്യസ്നേഹികളുടെയും പിന്തുണ അതിനാവശ്യമുണ്ട്. ഷാർജയ്ക്ക് പുറമെ മറ്റ് എമിറേറ്റുകളിൽ നിന്നുള്ളവരും ഇപ്പോൾ സഹായം തേടിയെത്തുന്നുണ്ട്. വിഭജിക, അതുല്യ എന്നിവരുടെ ആത്മഹത്യകൾ വലിയ മാറ്റം പ്രവാസികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും നിരവധി പേർ പരാതികളുമായി രംഗത്ത് വരാൻ തയ്യാറായിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആരെങ്കിലും പരാതിയോ സങ്കടങ്ങളോ പറഞ്ഞാൽ വീട്ടുകാരും സുഹൃത്തുക്കളും അതിനെ നിസാരമായി കാണരുതെന്നാണ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് പറയാനുള്ളത്. പ്രതിസന്ധി നേരിടുന്നവർ 065610 എന്ന നമ്പറിലോ കമ്മ്യൂണിറ്റി support@isharja.com എന്ന ഇമെയിൽ വിലാസത്തിലോ അസോസിയേഷനുമായി ബന്ധപ്പെടണം. 24 മണിക്കൂറും സേവനം ലഭിക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ഷാർജ.